ആ റൈസേ വിട് വിട് റൈസേ വിട്. ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസാണ്. കോളിസ് 2002 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ കൺസപ്ഷൻ ആയിരുന്നു കംപ്ലയിൻറ്റ്. അതുമാത്രമല്ല ഓയിൽ ഹെവി ആയിട്ട് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന് ഇത് കട്ടപ്പനയിലെ വണ്ടിയാണ്. നമ്മൾ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് ഹെവി ആയിട്ട് മറ്റേ ഡീകംപ്രഷനും അതുപോലെ തന്നെ വാൾക്കോർ പാക്കിങ്ങിന് ഹെവി ആയിട്ട് ലീക്കും ഉണ്ടായിരുന്നു. നമ്മൾ ചെക്ക് അപ്പോൾ വാൾക്കോർ പാക്കിങ് അവർ കമ്പനിയിൽ നേരത്തെ മാറ്റിയതാണ്, എന്തിനും ഇളക്കിയപ്പോൾ മാറ്റിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഓയിൽ നല്ലവണ്ണം കുറഞ്ഞു പോകുന്നുണ്ട്. കസ്റ്റമർക്ക് ഏകദേശം ഒരു 2000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഒരു 1 ലിറ്റർ 1.5 ലിറ്റർ ആ ലെവലിൽ ഓയിൽ നല്ലവണ്ണം ഡ്രോപ്പ് ആകുന്നുണ്ട്. കമ്പനി സർവീസ് വണ്ടിയാണ്. ഫുള്ള് A to Z എപ്പോഴും കമ്പനി സർവീസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ എഞ്ചിൻ്റെ ഒരു വർക്ക് കാരണം മാത്രം ഈ ഒരു ഓയിൽ കൺസപ്ഷൻ വന്നുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നു. നമ്മളത് പക്കാ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞത്, ഇത് വണ്ടി ഹീറ്റാകുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഡിലേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുക്കിയിട്ട് ഒന്ന് പിടിക്കും, ചിലപ്പോൾ പിടിക്കില്ല, ചിലപ്പോൾ ഒന്നുകൂടെ കീ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോഴാണ് പിടിക്കുന്നത്. അത് മെയിനായിട്ട് 2 കാരണം കൊണ്ടാണ് വരുന്നത്. ഒന്ന് സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ബ്രഷ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരും, കോൺടാക്ട് പോയിൻ്റ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരും. പിന്നൊന്ന് ബാറ്ററിയുടെ സെല്ല് ഹീറ്റ് ആകുമ്പോൾ കറക്റ്റ് നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ ലോഡ് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് വോൾട്ട് കമ്മിയായി പോകും. അങ്ങനെ 2 കംപ്ലയിൻ്റ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ അയച്ചിട്ട് അതിൻ്റെ ബ്രഷ് കിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി റിപ്പയർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി നമ്മൾ ആംബ്രോണിൻ്റെ ബാറ്ററി ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ എല്ലാ ബെൽറ്റുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ ബെൽറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബെൽറ്റ് ഇടുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫെന്നർ അതുപോലെ ബാക്കിയുള്ള ബ്രാൻഡൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നിൽക്കുന്ന ലൈഫ് കിട്ടില്ല. അതുമാത്രമല്ല നമ്മൾ അതർ ബ്രാൻഡ് ഇടുമ്പോൾ നമ്മൾക്ക് ഈ ബെൽറ്റ് നമുക്ക് ഈ AC കംപ്രസറിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത് കട്ടിങ്. നമ്മൾ സാധാരണ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കുഴിഞ്ഞ് താഴേക്ക് നിൽക്കുക, കുറച്ചുകൂടെ ഓടുമ്പോഴത്തേക്ക് വീണ്ടും കുഴിഞ്ഞു പോകും. അങ്ങനെ ബെൽറ്റ് ലൂസായിട്ട് സൗണ്ടുകൾ വരാനും ലൈഫ് കുറയാനും ഭയങ്കര ലൈഫ് കിട്ടില്ല ബെൽറ്റിന്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ബെൽറ്റുകൾ എഞ്ചിൻ പാർട്സുകൾ കംപ്ലീറ്റ് ഇടുമ്പോൾ ഈ പാർട്സ് ഇട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനും പറ്റും, ലാസ്റ്റും ചെയ്യും. അതുപോലെ തന്നെ ഹീറ്റർ പ്ലഗ്, എഞ്ചിൻ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീസൽ ഫിൽറ്റർ 2 മാറിയിട്ടുണ്ട്. ഡീസൽ ഫിൽറ്ററും നമ്മൾ ഒറിജിനൽ ഡീസൽ ഫിൽറ്റർ തന്നെയാണ് എടുക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല ഇനിയിപ്പോൾ വേറെ രീതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഡീസൽ ഫിൽറ്ററിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 3000-3000 രൂപയൊക്കെ ഡീസൽ ഫിൽറ്റർ വലിയ ഫിൽറ്ററിന് വരും. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർ ചിലപ്പോൾ അത് മാറാൻ അത്രയും കോസ്റ്റ് കൊടുത്തിട്ട് മാറാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ കമ്പനി സർവീസ് ചെയ്യുന്ന എല്ലാവരും ആ ഒരു റേറ്റ് കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റി തന്നെ നമ്മളിവിടെ വരുത്തുകയും ചെയ്യും. ഈ കോളിസിൻ്റെ ഏകദേശം സർവീസ് പാർട്സും എല്ലാ സാധനങ്ങളും നമുക്ക് മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഒറിജിനൽ പാർട്സ് തന്നെ ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏകദേശം സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ പാർട്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടി ഏകദേശം ഒരു 8-9 മണിക്കൂർ ഫ്രീ റണ്ണിങ്ങിൽ വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഫ്രീ റണ്ണിങ് ആണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് അലൈൻമെൻറ്റ് അങ്ങനെ വാട്ടർ വാഷ് അങ്ങനെ പോകുമ്പോഴൊന്നും വണ്ടി ഓഫല്ല, വണ്ടി ഫുള്ള് റണ്ണിങ് ആണ്. എന്ന് വെച്ചാൽ എത്രത്തോളം നമുക്ക് ഫ്രീ റണ്ണിങ്ങിൽ ഇടാൻ പറ്റും അത്രത്തോളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അത്രത്തോളം എൻജിൻ ലൈഫ് കിട്ടുകയും ചെയ്യും. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എടുത്ത് തന്നെ അടിച്ച് പിടിച്ച് ഓടിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ കട്ടപ്പന എന്ന് പറയുന്നത് ഭയങ്കര ഹിൽസ് ഏരിയ ആണ്. അപ്പോൾ സാർക്ക് വണ്ടി എടുത്തിട്ട് പോകുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഹിൽസിൽ പെട്ടെന്ന് തന്നെ വണ്ടി എഞ്ചിൻ പണി കഴിഞ്ഞ് നേരെ പോയി ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് ഏകദേശം 200 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 100 കിലോമീറ്റർ നോർമൽ റോഡായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എന്താ പറയുക മറ്റേ ഇതിലേക്ക് പോകുന്നത്, ഹിൽസിലേക്ക് പോകുന്നത്. ആ ഹിൽസിലേക്ക് കയറുമ്പോൾ പിന്നെ ഈ എഞ്ചിൻ പണിത് ഹിൽസിൽ കയറുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്രീ റണ്ണിങ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഒരു 2 ദിവസം 3 ദിവസമുള്ള ഫുള്ളായിട്ട് ഫ്രീ റണ്ണിങ്ങിൽ ഇട്ടിട്ടാണ് സെറ്റ് ആക്കിയിരിക്കുന്നത്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല പക്ക. പിന്നെ നമുക്ക് ചെറിയ ലീക്ക് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ 2000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് എഞ്ചിൻ പണി ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ലോക്കൽ അവിടെ ഇട്ട് മറ്റേ സർവീസ് ചെയ്യാതെ വീണ്ടും ഒരു സർവീസ് 2 സർവീസ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ആ വണ്ടിയുടെ പെർഫെക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഈ 2000 കിലോമീറ്റർ കറക്റ്റ് ഓടിയതിനു ശേഷം നമ്മുടെ അടുത്ത് തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചില്ലറ വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓയിലും മാറി ആ വർക്കുകൾ കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പക്ക പെർഫെക്ഷൻ ആവും, പക്ക ഓക്കെ ആവും, യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. 2700 ചില്ലാൻ രൂപ അങ്ങനെ വരുന്നുണ്ട് എയർ ഫിൽറ്റർ. അത് ഓയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മെയിനായിട്ട് എഞ്ചിൻ ഫോൾട്ട് വരുന്നതിനൊക്കെയുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർ ഫിൽറ്ററിലൂടെയാണ് കൂടുതലും നമുക്ക് കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരുന്നത്. വേറെ സർവീസ് മെയിൻ്റനൻസ് കറക്റ്റ് ആയിരിക്കണം. ഇതുപോലെ ക്വാളിറ്റിയുള്ള വണ്ടികൾക്കൊക്കെ
5,000 to 7,000 ആ കിലോമീറ്ററിൽ എന്തായാലും സർവീസ് ചെയ്ത് കറക്റ്റ് ആക്കിയാൽ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും. 7 ലക്ഷം 8 ലക്ഷം 10 ലക്ഷം ഓടിയ വണ്ടികൾ ഇപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അപ്പോൾ അത് പക്കയായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എയർ ഫിൽറ്റർ 2,000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ തന്നെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം. അതിലേക്ക് കൂടുതൽ മണ്ണുകൾ വരാൻ സാധ്യത. ഇപ്പോൾ കമ്പനി സർവീസ് ഉള്ളതാണ്. എന്നിട്ട് ഞാൻ സാറ് വണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ സാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സാർ ഇതാണ് മെയിനായിട്ടുള്ള ഫോൾട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ആ എയർ ഫിൽറ്റർ അയച്ചിട്ട് ഞാൻ കൊട്ടി കാണിച്ചു കൊടുത്തത്. കട്ട പോലെയാണ് മണ്ണ് വരുന്നത്. ഒരു 1000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ തന്നെ അവിടെ മണ്ണുകൾ അടിഞ്ഞുകൂടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എയർ ഫിൽറ്റർ പക്ക ക്ലീനിൽ വെക്കുക. ക്ലീനിൽ വെച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് മെയിൻ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഒന്നുമില്ല, ഈ 3 ക്ലിപ്പ് അയച്ചു കഴിഞ്ഞാൽ താഴെ എടുത്ത് 4 കൊട്ട് കൊട്ടിയിട്ടാലും മതി. എയർ അടിക്കണം തന്നെ ഇല്ല, 4 കൊട്ട് കൊട്ടിയിട്ടിട്ടാൽ കറക്റ്റാവും. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും എഞ്ചിന്. പോളിസിൻ്റെ എഞ്ചിനൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ കറക്റ്റായിരിക്കും. പിന്നെ എല്ലാ വണ്ടിയിലും ഒരു 5,000 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു 1/2 ലിറ്റർ ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഓയിൽ കുറവ് വരും. അത് നോർമലാണ്, അത് കുഴപ്പമുള്ള കേസല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറിയ ഡോർ ഹാൻഡിൽ മാറാനുണ്ട്. അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ പുറമേ നിന്ന് തുറക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി ഏകദേശം കിലോമീറ്റർ 2,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വണ്ടി പക്ക നീറ്റാണ് കേട്ടോ. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എവിടെ സിംഗിൾ ഹാൻഡ് യൂസാണ്. കമ്പനി സർവീസ് വണ്ടി. പക്ക ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ടി അത്രത്തോളം നീറ്റാണിത്. അതുപോലെ തന്നെ ആനിവേഴ്സറി എഡിഷനാണ് നമുക്ക് ഈ ഗോൾഡ് കളർ എംബ്ലം വരുന്നത്. എല്ലാ എംബ്ലവും ഗോൾഡ് കളറായിരിക്കും. അല്ലേ ട്രംബ്ല അത് ബാക്കിലാണെന്നുണ്ടെങ്കിലും ശരി, എല്ലാ എംബ്ലവും നമുക്കിതിൽ ഗോൾഡ് രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.